ആഹാരമൊക്കെ കഴിച്ചാ? ഞാൻ എന്താ ആഹാരം കഴിക്കില്ല കേട്ടാ. ചങ്ക് ഉണ്ടാക്കി തന്ന് അടിപൊളി ആഹാരം കേട്ടാ. നല്ല മീൻ കറിയും നല്ല മീനിൻ്റെ മുള്ളൊക്കെ കടിച്ചൂരി തിന്ന് ചൂപ്പി അടിക്കുക എന്ത് രസമെന്നറിയാമോ. ഇതാ കുറച്ച് കറി എടുത്ത് ജോസ് വീത്തി കേട്ടാ. അവൻ്റെ അടുത്ത് മുരിങ്ങയ്ക്ക കഴിക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് മുരിങ്ങയ്ക്ക വേണ്ട അന്നം കഴിച്ചോന്ന്. നല്ല പുളിശ്ശേരി എന്താ വന്ന്, നല്ല ചോറ്, നല്ല അടിപൊളി ചോറ്. അതിൽ കുടിച്ചാൽ മീൻ കറിയൊക്കെ ഞവടി ചൂര മീനാണ് കേട്ടാ. അവനൊരു മുരിങ്ങയ്ക്ക് ഇടയിൽ നിന്ന് എവിടെ നിന്ന് കിട്ടി അവൻ കോതിയിട്ട് അങ്ങ് വെച്ച് എന്താ മുരിങ്ങയ്ക്ക നിറച്ചിട്ടക്കിട് ഇഷ്ടം പോലെ. അതാ പറക്കി 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 ഇതാ 1 2 3 4 നാലാത്തത് കടിച്ച് അടിപൊളി ടേസ്റ്റ്. ഇതാ 5 5 5 5 5 5 ചങ്ക്. അപ്പോൾ വേസ്റ്റ് ബോക്സ് കൊണ്ട് വെച്ച് കേട്ടാ. ആ മീനിൻ്റെ തല ഇതാണ് ചന്ത. ഇറ്റിറ്റ് വീണാണ്ട ചാല ആഹാ താടിയിലും കുറച്ച് വീഴുന്നു കേട്ടാ ചങ്കളെ. ഇറ്റിറ്റ് വീണാണ്ട ആ ചാറും ശകലം പുളിശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഗ്രാം പുളിശ്ശേരിയും കൂട്ടി കഴിക്കണ ഉച്ചയൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുശാലി തന്നെ. അത് നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് സന്തോഷത്തോടെ കഴിക്കുന്നതും ഒരു പ്രത്യേക രസം തന്നെ ചങ്കുകളെ. ഒരു പ്രത്യേക സന്തോഷവും വച്ച് തന്ന ചങ്കിനും സന്തോഷം, കഴിക്കണ എനിക്കും സന്തോഷം, ജോസിനും സന്തോഷം. ആ പുളിശ്ശേരിയുടെ ചന്തം കണ്ട നല്ല മഞ്ഞപ്പാൽ പോലെ ഇരിക്കുന്നു. എന്താ നമ്മളതിൽ കൂടി കുറച്ച് ചോറൊക്കെ നല്ല മീൻ കറിയായിട്ടൊക്കെ ഞവടി. പൊരിച്ച മീനും ഉണ്ട്, അത് കുറച്ചേ തരുള്ളൂ കേട്ടോ. നമുക്കൊക്കെ കൊളസ്ട്രോൾ ആയതുകൊണ്ട് ചങ്ക് പൊരിച്ച മീൻ ഇത്തുപൂരേ പൊരിക്കുള്ളൂ. എന്നാലും ഈ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാം. ഇവരെല്ലാവരും കഴിച്ചു കേട്ടാ. എന്നിട്ട് എനിക്കുണ്ടാന്ന് ചോദിച്ചില്ല. അവസാനം ഉള്ളതിന് ഞാൻ തൂത്തുറക്കി കൊണ്ടുവച്ചൊന്ന് കഴിക്കാതിരിക്കും. പിന്നെ ഒരു പൊരിച്ച മീനുണ്ടായിരുന്നു കേട്ടാ. ആ പൊരിച്ച മീൻ ഞാൻ എടുത്ത് ഒളിച്ചു വെച്ചത് ഞാൻ കൊടുത്തില്ല. ആ മീനിൻ്റെ ഒരെണ്ണം കിട്ടിയത് ആ മുള്ളിനെ പിന്നെ ഞാൻ എടുത്ത് അതും ഞാൻ മാറ്റി വെച്ച് കൊടുത്തില്ല. പിന്നീട് ഞാൻ എടുത്തോണ്ട് വെച്ച് ഞാൻ തിന്ന്. അതിനെ മുള്ളിനെ എടുത്ത് വായി വെച്ച് കടിച്ച് മുറിച്ച് ഞാൻ തിന്ന്. അത്ര തന്നെ. അല്ലാതെ പിന്നെ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ചോദിച്ചെൻ്റെ മീനുണ്ട്, പൊരിച്ച മീനുണ്ടാകും. ഞാൻ പറഞ്ഞില്ല തീർന്നെന്ന് പറഞ്ഞു. ആ ഒരു കഷ്ണം പൊരിച്ച മീനുള്ളത് മാറ്റി വെച്ചു. നല്ല സൂപ്പർ കറിയായിരുന്നു. പറഞ്ഞറിയിക്കാൻ വയ്യ.